നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വികസനം നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ ഫലം. രാജ്യത്തിന്റെ കാതലായ മാറ്റത്തിന് കാരണവും അതുതന്നെയെന്നും CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ. ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നിർമ്മാണ തൊഴിലാളികൾ കലക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. പഞ്ചായത്ത് പദ്ധതികൾ പഠിക്കാൻ മണിപ്പൂരി സംഘം കേരളത്തിലെത്തി. പ്രതിനിധി സംഘത്തിന് സ്വീകരണമൊരുക്കി കൂടാളി പഞ്ചായത്ത്. അകമ്പടിയായി ശിങ്കാരിയും കൈകൊട്ടിക്കളിയും. മുതിർന്ന BJP നേതാവ് PP മുകുന്ദൻ അന്തരിച്ചു. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ദീർഘനാൾ ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ കണ്ണൂരിൽ പ്രാദേശിക ഹർത്താലിന് ആഹ്വാനം ചെയ്ത് BJP. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിർമ്മാണ തൊഴിലാളികളുടെ കലക്ടറേറ്റ് മാർച്ചും ധർണയും നടന്നു. CITU സംസ്ഥാന സെക്രട്ടറിയും CWFI സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ KP സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ വികസനമെന്ന് പറയുന്നത് നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളുടെ മഴയത്തും വെയിലത്തുമുള്ള അധ്വാനത്തിന്റെ ഫലമാണെന്നും അതാണ് രാജ്യത്തിന്റെ മാറ്റത്തിന് കാരണമായതെന്നും സഹദേവൻ പറഞ്ഞു. നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾ മഴയത്തും വെയിലത്തും കഠിനമായി അധ്വാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് അവർക്കെല്ലാം അറിയാം ഈ രാജ്യം ഇന്ന് കാണുന്ന രീതിയിൽ മാറ്റമുണ്ടാക്കിയത്. ഈ രാജ്യത്തെ നാളത്തെ മാറ്റവും ഈ തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ ഭാഗമായി മാത്രമേ കഴിയൂ. ആ തൊഴിലാളികളാണ് കേന്ദ്ര സംസ്ഥാനത്താകെ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭത്തിൽ ഇറക്കിയിട്ടുള്ളത്. ക്ഷേമനിധി സെസ്റ്റ് പിരിവ് തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയാക്കുക, കുടിശ്ശിക പൂർണ്ണമായും പിരിച്ചെടുക്കുക, ആനുകൂല്യങ്ങളും പെൻഷനും മുഴുവനായും നൽകുക, നിർമ്മാണ വസ്തുക്കളുടെ വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം നടത്തിയത്. സ്റ്റേഡിയം കോർണറിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് നിർമ്മാണ തൊഴിലാളികൾ പങ്കെടുത്തു. അരക്കൻ ബാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CWFI ജില്ലാ സെക്രട്ടറി ശശി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ വാർഷിക കൺവെൻഷൻ ശിക്ഷക് സദനിൽ നടന്നു. ALCA സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് പാത്തിപ്പാറ ഉദ്ഘാടനം ചെയ്തു. 8 വർഷക്കാലമായി അലൂമിനിയം ഫാബ്രിക്കേഷൻ മേഖലയ്ക്ക് താങ്ങായി നിൽക്കുന്ന സംഘടനയാണ് അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ. നിരവധി അപകടങ്ങൾ നടക്കുന്ന ഈ മേഖലയിലെ മുഴുവൻ മെമ്പർമാരും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കേണ്ടതാണെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. സർ, ഇവിടെ ഈ അൽക്കയുടെ വാർഷിക സമ്മേളനത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ മറ്റേതെങ്കിലും ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ട്? കൂടാതെ ഏറ്റവും കൂടുതൽ അപകടം ഉള്ളൊരു മേഖലയല്ലേ ഇത്. അപ്പോൾ ഈ അപകടത്തിൽപ്പെടുന്നവർക്കോ മറ്റു രീതിയിലോ എന്തെങ്കിലും നിങ്ങളുടെ സംഘടനയുടെ സഹായമോ മറ്റ് ഗവൺമെൻറ്റിൻ്റെ സഹായമോ മറ്റേതെങ്കിലും രീതിയിലുള്ള ഇൻഷുറോ അങ്ങനെ എന്തെങ്കിലും ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ? അതിന് വേണ്ടിയിട്ടും കൂടിയുള്ള ഒരു വാർഷിക സമ്മേളനത്തിലുള്ള പ്രതിപാദനം ഉണ്ടാവുമല്ലോ. അതായത് അലൂമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ എന്ന സംഘടന കഴിഞ്ഞ 8 വർഷമായി നമ്മുടെ സംസ്ഥാനത്തുടനീളം പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ്. അതിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ഫാബ്രിക്കേഷൻ മേഖല എന്ന് പറയുന്നത് ഒരുപാട് അപകടങ്ങൾ നിറഞ്ഞ ഒരു മേഖലയാണ്. ദിനം പ്രതി നമ്മൾ ജോലി സ്ഥലങ്ങളിലും ഗ്ലാസ് സംബന്ധമായ വർക്കുകൾ കൂടുതൽ വരുന്നത് ഗ്ലാസ് സംബന്ധമായ വർക്കാണ്. അത് വഴിയുള്ള അപകടങ്ങൾ നമ്മുടെ മെമ്പർമാർക്കിടയിൽ കൂടുതൽ ആയി വരികയാണ്. നമ്മുടെ സംഘടനയുടെ ഭാഗത്തു നിന്നും മുഴുവൻ മേഖലകളിലെയും ഫാബ്രിക്കേറ്റർമാർക്ക് അതാത് മേഖലാ കമ്മിറ്റി മുൻകൈ എടുത്തുകൊണ്ട് ഇൻഷുറൻസ് നിലവിൽ വരുത്തിയിട്ടുണ്ടെങ്കിലും ചില ആളുകൾ അതിൽ നിന്നും ഇൻഷുറൻസ് എടുക്കാതെ പിന്നോട്ട് പോയ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് അപകടം സംഭവിക്കുക മൂലം വീട്ടിൽ 2 മാസം 3 മാസമൊക്കെ ജോലി ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ എല്ലാം ഒന്ന് നമ്മൾ കണക്ക് കൂട്ടിക്കൊണ്ടാണ് ഇന്നത്തെ ഈ സമ്മേളനത്തിൽ നമ്മുടെ ഓണ സമ്മാന കൂപ്പൺ എന്ന പദ്ധതി നമ്മൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അപകടം പറ്റിയ മുഴുവൻ മെമ്പർമാരെയും സഹായിക്കുക എന്നതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. ഇതിലിപ്പോൾ സാർ പറഞ്ഞല്ലോ ഇൻഷുർ എടുക്കാത്തവരുണ്ടെന്ന്. ഇൻഷുർ എടുക്കാതിരിക്കുന്നത് ഈ മേഖലയിൽ വലിയ അബദ്ധമല്ലേ അത്? അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഈ സംഘടന അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം കൊടുക്കേണ്ടതല്ലേ? നിർബന്ധമായും എല്ലാവരോടും ചേരാൻ പറയുന്നുണ്ടെങ്കിലും
നമുക്ക് എല്ലാവരെയും നിർബന്ധിച്ച് ചേർക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ സ്റ്റാർ ഹെൽത്ത് പോലെയുള്ള ഇൻഷുറൻസ് നമ്മളെ മെമ്പർമാർ സ്വീകരിച്ചവരുണ്ട്, അവരെ നമ്മൾ കൂടുതലായിട്ട് നിർബന്ധിക്കുന്നില്ല. അപ്പം തീരെ ഇൻഷുറൻസ് കവറേജിലില്ലാത്ത അംഗങ്ങളെ ഞങ്ങൾ നിർബന്ധപൂർവ്വമാണ് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഏകദേശം ഒരു 4% ആളുകൾ സ്റ്റാർ ഹെൽത്ത് ഇതുപോലുള്ള ഇൻഷുറൻസ് സ്വീകരിക്കുന്നുണ്ട്. അത് ഈ മേഖലയിലുള്ള പ്രതിസന്ധികളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ ആ കരുതൽ എന്നുള്ള രൂപത്തിൽ അവരതിന് തയ്യാറെടുത്തിട്ടുണ്ട്. പിന്നെ സംഘടന എന്നുള്ളത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ എടുക്കാത്ത ആളുകളെ സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇന്ന് സംഘടനയ്ക്ക് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓണ സമ്മാന പദ്ധതിയിൽ കിട്ടുന്ന ധനസഹായം അത്തരത്തിലുള്ള അപകടം പറ്റിയിട്ടുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് സംഘടന നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ക്ഷേമനിധിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലാണ് അൽക്ക എന്ന സംഘടനയുടെ തൊഴിലാളികളും അംഗത്വം സ്വീകരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന ആനുകൂല്യങ്ങൾ, ആ അപകട സ്ഥലത്തുണ്ടാകുന്നത് ചികിത്സയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, മറ്റുള്ള കാര്യത്തിൽ ആ ക്ഷേമനിധിയിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അൽക്കയിലുള്ള ക്ഷേമനിധി അംഗങ്ങളായിട്ടുള്ള നിർമ്മാണ മേഖലയിലുള്ള ആളുകൾക്ക് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു അസംഘടിത മേഖലയല്ല, മറിച്ച് നിങ്ങൾക്കിപ്പോൾ നല്ലൊരു സംഘടനാ കാര്യമെല്ലാം ആയി. അപ്പോൾ ഇതിൽ ഈ ക്ഷേമനിധി എന്ന് പറയുന്നത് എടുക്കാത്തവരെ കൂടി നിർബന്ധപൂർവ്വം എടുപ്പിക്കേണ്ടത് സംഘടനയുടെ ഉത്തരവാദിത്തമാണ്. അതിപ്പോൾ നിങ്ങൾ ഭംഗിയാക്കി ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് അത് ഇതുവരെ നടന്നിട്ടുണ്ടോ? എത്ര പേര് ഇതിൽ മെമ്പേഴ്സ് ആയിട്ടുണ്ട്? അത് സംഘടനയുടെ ഇന്ന് ഏകദേശം 500-ൽ പരം ആളുകൾ ഇന്ന് ക്ഷേമനിധി അംഗത്വത്തിലേക്ക് വന്നിട്ടുണ്ട്. ഓരോ മേഖലാ കമ്മിറ്റിയാണ് അതിൻ്റെ ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് സംഘടനാ ചുമതല ഓരോ മേഖലാ കമ്മിറ്റി അംഗങ്ങൾക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. അവരെ കൺട്രോളിലാണ് ഓരോ മേഖലയിലാണ് ഈ കാര്യങ്ങൾ നിർവഹിച്ചു വരുന്നത്. അതിൻ്റെ കോർഡിനേഷൻ ജില്ല എന്നുള്ള രൂപത്തിൽ നമുക്ക് സംഘടനയുടെ ഭാരവാഹി ഈ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് ഒരു നോമിനിയായിട്ട് ഞങ്ങൾ സംഘടന നിർദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ തരത്തിലുള്ള കാര്യങ്ങൾ അവിടുത്തെ നിർദ്ദേശങ്ങൾ സംഘടനയ്ക്ക് നൽകിക്കൊണ്ട് അത് താഴേക്കടയിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ന് സംഘടന സ്വീകരിച്ചിട്ടുണ്ട്. ALCA കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N രാജേഷ്, സെക്രട്ടറി രാജീവൻ കണ്ണാടിപ്പറമ്പ്, സംസ്ഥാന പ്രസിഡന്റ് മൊയ്തു തോടന്നൂർ, ഫസീൽ, MP ഇർഷാദ്, പ്രകാശൻ പാറപ്പുറം തുടങ്ങിയവർ പങ്കെടുത്തു. പയ്യാവൂരിൽ വില്ലേജ് ഓഫീസ് ജീവനക്കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കുന്നത്തൂർ സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത്. ചുഴലി വില്ലേജ് ഓഫീസ് ജീവനക്കാരനായ ഇയാളെ പയ്യാവൂരിലെ വില്ലേജ് ഓഫീസിന് മുന്നിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സാമ്പത്തിക പ്രയാസമാണ് മരണത്തിന് കാരണമെന്ന് കരുതുന്നു. ഇന്നലെ രാത്രിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ചുഴലി വില്ലേജ് ഓഫീസ് ജീവനക്കാരനായ ഇദ്ദേഹം ടെൻഡർ ജോലികൾക്കും മറ്റുമായി പയ്യാവൂരിലെ ഓഫീസിലെത്താറുണ്ട്. ആത്മഹത്യ ചെയ്തതെന്നാണ് സംശയം. എന്നാൽ സാമ്പത്തിക പ്രയാസങ്ങളോ കുടുംബ പ്രശ്നങ്ങളാണോ ഇതിലേക്ക് നയിച്ചതെന്ന് വ്യക്തമല്ല. സംഭവത്തിൽ പയ്യാവൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മണിപ്പൂരി പ്രതിനിധി സംഘത്തിന് കൂടാളി പഞ്ചായത്തിൽ സ്വീകരണം നൽകി. പഞ്ചായത്തുകളിലെ പദ്ധതികൾ മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായാണ് മണിപ്പൂരി പ്രതിനിധി സംഘം 3 ദിവസത്തെ സന്ദർശനത്തിന് എത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് PK ഷൈമിയുടെ അധ്യക്ഷതയിലായിരുന്നു സ്വീകരണം ഒരുക്കിയത്. കൂടാളി പഞ്ചായത്ത് പ്രസിഡന്റ് PK ഷൈമ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ, തൊഴിലുറപ്പ്, വിവിധ വികസന പ്രവർത്തനങ്ങൾ, യോഗങ്ങളുടെ നടത്തിപ്പ്, അയൽക്കൂട്ട സംവിധാനം, ജെൻഡർ ജാഗ്രതാ സമിതി, പഞ്ചായത്ത് ഭരണസമിതി യോഗം തുടങ്ങിയപറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയുമാണ് സന്ദർശന ലക്ഷ്യം. और मैं अभी साइंस सिटी में काम कर रही हूँ. आप लोगों के समझ लीजिए. फाइनलिस्ट की रहने वाली हूँ और अभी मैं सोनपुर के आई मेटर हूँ और मैं 2 सिटी में आई मेटर की काम कर रही हूँ अभी. थैंक यू. അവർ ബാക്കി കാര്യങ്ങളും കൂടി പഠിച്ചു കഴിയുമ്പോൾ എല്ലാ സ്റ്റേറ്റുകളും നമ്മളെ പോലെ ആവണമെന്നുള്ള ഭാരതത്തിലെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റും നമ്മളെ പോലെ വികസന കാര്യങ്ങളിൽ വരണം തന്നെയാണ് നമ്മളുടെയും കൂടി ആഗ്രഹം. അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവിധ രീതിയിലും നിങ്ങൾ ഇപ്പൊ വെൽക്കം കൊണ്ട് തന്നെ അവര് കേരളത്തെ മനസ്സിലാക്കി കഴിഞ്ഞു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സുർജിത്ത്, CDS ചെയർപേഴ്സൺ K അനുപമ, വൈസ് പ്രസിഡന്റ് P പത്മനാഭൻ, കുടുംബശ്രീ നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷൻ മെന്റർ റിസോഴ്സ് പേഴ്സൺ MV പത്മിനി, പഞ്ചായത്ത് സെക്രട്ടറി KP സുധീർ തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. 18 പേരാണ് സംഘത്തിനുണ്ടായിരുന്നത്. ശിങ്കാരിമേളവും കൈകൊട്ടിക്കളിയും സംഘത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. മണിപ്പൂരി സംഘത്തിന്റെ മണിപ്പൂരി ട്രഡീഷണൽ ഡാൻസും ഉണ്ടായിരുന്നു.
ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തിന്റെ വികസനം നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ ഫലം. രാജ്യത്തിന്റെ കാതലായ മാറ്റത്തിന് കാരണവും അതുതന്നെയെന്നും CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ. ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നിർമ്മാണ തൊഴിലാളികൾ കലക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തി. പഞ്ചായത്ത് പദ്ധതികൾ പഠിക്കാൻ മണിപ്പൂരി സംഘം കേരളത്തിലെത്തി. പ്രതിനിധി സംഘത്തിന് സ്വീകരണമൊരുക്കി കൂടാളി പഞ്ചായത്ത്. അകമ്പടിയായി ശിങ്കാരിയും കൈകൊട്ടിക്കളിയും. മുതിർന്ന BJP നേതാവ് PP മുകുന്ദൻ അന്തരിച്ചു. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ദീർഘനാൾ ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ കണ്ണൂരിൽ പ്രാദേശിക ഹർത്താലിന് ആഹ്വാനം ചെയ്ത് BJP. ജിമാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യൂ. നറുക്കെടുപ്പിലൂടെ ജിമാർട്ട് ഗോൾഡ് ഗാല ഓഫർ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്, 1 കിലോ സ്വർണം, 5 മാരുതി ഇഗ്നിസ് കാറുകൾ നേടും. കൂടാതെ ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. നന്ദില ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. കേരളത്തിന്റെ പ്രദർശന ചരിത്രത്തിൽ മാണിക്യക്കല്ല് പോലെ തിളങ്ങുന്ന കണ്ണൂരിന്റെ മണ്ണിൽ പുതുചരിത്രം രചിക്കാൻ DJ അമ്യൂസ്മെന്റ് അവതരിപ്പിക്കുന്ന ഓണം ഫെയർ ടൈറ്റാനിക് എക്സിബിഷൻ. അനശ്വര പ്രണയത്തിന്റെ അടയാളമായ ടൈറ്റാനിക് കപ്പലിന്റെ നേർപകുതി പടുകൂട്ടൻ പ്രവേശന കവാടം. കാഴ്ചക്കാരെ അമ്പരിപ്പിക്കാൻ പ്രണയിനികളുടെ നിശ്ചല ഛായാചിത്രത്തോടെ ടൈറ്റാനിക് കപ്പലിന്റെ മുകൾ പരപ്പ്. അമ്യൂസ്മെന്റ് പാർക്ക്, വ്യാപാര വിപണന സ്റ്റാളുകൾ. ഇന്ത്യൻ പ്രദർശന ചരിത്രത്തിലെ കുലപതികളായ DJ അമ്യൂസ്മെന്റ്. നോഹയുടെ പേടകത്തിനും ലണ്ടൻ ബ്രിഡ്ജിനും ശേഷം കണ്ണൂരിലെ ജനതയെ പരിചയപ്പെടുത്തുന്ന അത്ഭുത ലോകം. പ്രദർശനം ആഗസ്റ്റ് 11 മുതൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ. പ്രദർശന സമയം 11 മണി മുതൽ രാത്രി 9:30 വരെ. കേട്ടറിഞ്ഞ ടൈറ്റാനിക് ഇനി നിങ്ങൾക്ക് മുന്നിൽ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്, ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ, കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക്.
ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. വാർത്തകളിലേക്ക്. ആലക്കോട് മേഖലയിലെ റെയ്ഡിൽ 120 ലിറ്റർ വാഷ് പിടിച്ചെടുത്തു. മൈലമ്പെട്ടിയിലെ മദ്യവിൽപ്പനക്കാരൻ PK ബാലനെ അബ്കാരി ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്തു. ഇയാൾ വീടിന് സമീപത്തെ ചെറിയ ഷെഡിൽ സൂക്ഷിച്ച 120 ലിറ്റർ വാഷാണ് പിടിച്ചെടുത്തത്. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ PR സജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആലക്കോട് റേഞ്ചിൽ പരിധിയിൽപ്പെട്ട മൈലമ്പെട്ടി, കൂളിപ്പനം എന്നീ സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയത്. വീടിന് സമീപം ചെറിയ ഷെഡ് നിർമ്മിച്ച് വാറ്റുചാരായം ഉണ്ടാക്കുന്നതിനായി സൂക്ഷിച്ചുവെച്ച 120 ലിറ്റർ വാഷാണ് ഈ റെയ്ഡിൽ കണ്ടെടുത്തത്. പുലിക്കിരി വീട്ടിൽ ബാലനെയാണ് അറസ്റ്റ് ചെയ്തത്. റെയ്ഡിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ PR വിനീത്, M കലേഷ്, TV സൂരജ് എന്നിവരും എക്സൈസ് ഡ്രൈവർ PV അജിത്തും പങ്കെടുത്തു. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റിന്റെ മിന്നൽ പരിശോധന. സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ 300 കിലോ നിരോധിത ഒറ്റത്തവണ ഉപയോഗ വസ്തുക്കൾ പിടിച്ചെടുത്തു. എളയാവൂർ സോണൽ, മുണ്ടേരി, ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ ആയിരുന്നു പരിശോധന നടത്തിയത്. ഫാമിലി ട്രേഡേഴ്സ്, ഏച്ചൂർ ഫ്രണ്ട്സ് ഏജൻസി ചക്കരക്കൽ, തൈക്കണ്ടി ഏജൻസീസ് എന്നീ സ്ഥാപനങ്ങൾക്ക് 10,000 രൂപ പിഴ ഈടാക്കി. ഫാമിലി ട്രേഡേഴ്സ് ഏച്ചൂർ, ഫ്രണ്ട്സ് ഏജൻസീസ് ചക്കരക്കൽ, തൈക്കണ്ടി ഏജൻസീസ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്നാണ് തെർമോകോൾ പ്ലേറ്റുകൾ, പേപ്പർ കപ്പുകൾ, ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് ഗ്ലാസുകൾ, പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ എന്നിവ കണ്ടെടുത്തത്. കുടിവെള്ളവും ശീതള പാനീയവും മാത്രം വിൽപ്പന നടത്താൻ അനുമതിയുള്ള തൈക്കണ്ടി ഏജൻസീസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൂടി അനധികൃതമായി സൂക്ഷിച്ചു വെച്ചതായി സ്ക്വാഡ് കണ്ടെത്തി. സ്ഥാപനങ്ങൾക്ക് 10,000 രൂപ വീതം പിഴ ചുമത്തി തുടർ നടപടികൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സ്ക്വാഡ് നിർദ്ദേശം നൽകി. പരിശോധനയ്ക്ക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ സുധീഷ് EP, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, ഷെരീഖുൽ അൻസാർ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത് PG എന്നിവർ നേതൃത്വം നൽകി. കോഴിക്കോട് നിപ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ 3 ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം. കണ്ണൂർ, വയനാട്, മലപ്പുറം എന്നീ ജില്ലകൾക്കാണ് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. ഇന്നലെ തന്നെ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ പനി ബാധിച്ചുള്ള 2 അസ്വാഭാവിക മരണങ്ങൾ ഉണ്ടായത് കാരണം ആരോഗ്യവകുപ്പ് ഇന്നലെ തന്നെ ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. നിപയാണോ എന്ന് സ്ഥിരീകരിക്കാൻ സാമ്പിളുകൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നിപ സ്ഥിരീകരിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള നിപ ബാധിതരുടെ ചികിത്സയ്ക്കായി മോണോക്ലോണൽ ആന്റിബോഡിയുടെ ലഭ്യത ICMR-മായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കോഴിക്കോട് നിപ കൺട്രോൾ റൂം 0495238310 എന്നീ നമ്പറുകളിൽ ആരംഭിച്ചിട്ടുണ്ട്. കോൺടാക്ട് ട്രേസിംഗും സർവൈലൻസ് പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ട്. നിപ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മുണ്ടേരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം, മുണ്ടേരി, ഏച്ചൂർ ഈസ്റ്റ് LP സ്കൂൾ PTA-യും സംയുക്തമായാണ് നിപ ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. വിദ്യാർത്ഥികളെ നിപ വൈറസിനെ പറ്റി ബോധവൽക്കരിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഏച്ചൂർ സ്കൂളിൽ നടന്ന പരിപാടിയിൽ മുണ്ടേരി FHC ഹെൽത്ത് ഇൻസ്പെക്ടർ CP സലീം, JHK കിഷോർ തുടങ്ങിയവർ നിപ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നമ്മുടെ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം നിർബന്ധമായിട്ടും തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പം കണ്ണൂർ ജില്ലയിലെ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ ഏത് ജില്ലയിലും എടുത്തു നോക്കിയാലും മഞ്ഞപ്പിത്ത രോഗം കൂടി വരുന്നതായിട്ട് കാണുന്നു. 2 പ്രധാനപ്പെട്ട ജന്തുക്കളെ പറ്റി പറഞ്ഞു. പരത്തത് ഒന്ന് പക്ഷിയാണ്, ഇത് വവ്വാൽ, മറ്റൊന്ന് മനുഷ്യനിലേക്ക് പകരും എന്ന് പറയാൻ കാരണം ഇത് ജന്തുവർഗത്തിൽപ്പെട്ടതായതുകൊണ്ടാണ്. ഉദാഹരണത്തിന് ഇപ്പോ നമ്മുടെ മലേറിയ അതൊരു കൊതുകുജന്യ രോഗമാണ്. പക്ഷെ എല്ലാ കൊതുകും മലേറിയ പരത്തൂല, ഒരു പ്രത്യേക കൊതുക് മാത്രമേ പരത്തൂ. PTA പ്രസിഡന്റ് P നൌഫൽ അധ്യക്ഷത വഹിച്ചു. SRG കൺവീനർ K അബ്ദുൾ സലീം, പ്രധാന അധ്യാപിക K ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന BJP നേതാവ് PP മുകുന്ദൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. അർബുദ രോഗബാധിതനായി ഏറെ നാൾ ചികിത്സയിലായിരുന്നു അദ്ദേഹം. 2 മണിവരെ കൊച്ചിയിലെ RSS കാര്യാലയത്തിൽ പൊതുദർശനത്തിന് വച്ച ഭൗതിക ശരീരം രാത്രി കണ്ണൂരിലേക്ക് കൊണ്ടുവരും. സംസ്കാര ചടങ്ങുകൾ കണ്ണൂരിലാണ് നടക്കുക. PP മുകുന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് നാളെ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ ഹർത്താൽ ആചരിക്കും. ആദരസൂചകമായി 6 മണി മുതൽ 3 മണിവരെ മുഴക്കുന്ന്, പേരാവൂർ, കണിച്ചാൽ, കേളകം, കൊട്ടിയൂർ പഞ്ചായത്തുകളിലാണ് ഹർത്താൽ ആചരിക്കുക. കരളർബുദത്തിന്റെ 4ാം സ്റ്റേജിലായിരുന്നു PP മുകുന്ദൻ. ദീർഘകാലമായി ചികിത്സയിൽ കഴിഞ്ഞുവരികയായിരുന്നു. ഇതോടൊപ്പം ശ്വാസകോശ സംബന്ധിയായ ചില ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് കുറച്ചുനാൾ മുമ്പാണ് മാറ്റിയത്.
2 മാസക്കാലമായി അദ്ദേഹം ആശുപത്രിയിൽ കഴിഞ്ഞുവരികയായിരുന്നു. രാവിലെ 8 മണിക്ക് ശേഷമാണ് മരണം സ്ഥിരീകരിച്ചത്. 45 വർഷം സംഘടനാ പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു പി മുകുന്ദൻ. 16 വർഷക്കാലം BJP സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി പദം അദ്ദേഹം അലങ്കരിച്ചിരുന്നു. BJP കേരള ഘടകത്തിലെ ഏറ്റവും ജനപ്രീതിയാർജിച്ച നേതാവാണ് പി മുകുന്ദൻ. 1988 മുതൽ 1995 വരെ BJPയുടെ മുഖപത്രമായ ജന്മഭൂമിയുടെ MD-ആയി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. 1946 കണ്ണൂരിലെ മണത്തണയിലാണ് പി മുകുന്ദന്റെ ജനനം. നടുവിൽ വീട്ടിൽ കൃഷ്ണൻ നായരുടെയും കല്യാണി അമ്മയുടെയും മകനായാണ് ജനനം. RSS പ്രചാരകനായാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് മുകുന്ദൻ കടന്നുവന്നത്. 1991 മുതൽ 2007 വരെ അദ്ദേഹം BJPയുടെ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൽ BJPയുടെ സംഘടനാ ചുമതലയുടെ തലപ്പത്തുണ്ടായിരുന്ന ആളെന്ന പ്രത്യേകതയും മുകുന്ദനുണ്ട്. BJP ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്നു. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും സാമ്പത്തിക ഉപരോധവും സൃഷ്ടിക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ CPM-ന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. കാൽടെക്സിൽ നടന്ന പ്രതിഷേധ പരിപാടി LDF കൺവീനർ EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ പാചകവാതകമാണ്. ആ പാചകവാതകം 60% സബ്സിഡി വെട്ടിക്കുറച്ചു കേന്ദ്ര ഗവൺമെന്റ്. പാചകവാതകം വാങ്ങി ആഹാര വസ്തുക്കൾ പാകം ചെയ്യാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. 60% പാചകവാതകത്തിന്റെ സബ്സിഡി കേന്ദ്ര ഗവൺമെന്റ് വെട്ടിക്കുറച്ചു. കേന്ദ്ര സർക്കാരിന്റെ നയത്തിന്റെ ഫലമാണ് രൂക്ഷമായ വിലക്കയറ്റവും പണപ്പെരുപ്പവും ഉണ്ടാക്കുന്നത്. സംസ്ഥാന സർക്കാർ ഇന്ധന സെസ്സിലൂടെ സമാഹരിക്കുന്ന അധിക തുക സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകുന്നതിന് ഉപയോഗിക്കുന്നത് എന്ന് EP ജയരാജൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരളത്തിന് അവകാശപ്പെട്ട GST വിഹിതം പോലും കേന്ദ്രം യഥാവിധി ലഭ്യമാക്കുന്നില്ലെന്നും ഇത് സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നതിന് വേണ്ടിയാണെന്നും EP കുറ്റപ്പെടുത്തി. ഭക്ഷ്യവിപണി രാജ്യത്താകെ കോർപ്പറേറ്റുകൾ കൈയടക്കിയിരിക്കുന്നു. വില ഉയരുന്ന ഉൽപ്പന്നങ്ങൾ പൂഴ്ത്തിവയ്പിലൂടെ കൃത്രിമക്ഷാമം ഉണ്ടാക്കുന്നുവെന്നും EP ജയരാജൻ ആരോപിച്ചു. CPM ഏരിയ സെക്രട്ടറി PK സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5450 രൂപ, പവന് 43,600 രൂപ, വെള്ളി 78 രൂപ. അറിയിപ്പ്. കരട് വോട്ടർ പട്ടിക ആക്ഷേപങ്ങൾ സമർപ്പിക്കാം. ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച അവകാശവാദ അപേക്ഷകളും ആക്ഷേപങ്ങളും സെപ്റ്റംബർ 23 വരെ സമർപ്പിക്കാം. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് ഓഫീസുകളിലും താലൂക്ക് ഓഫീസുകളിലും കരട് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2023 ജനുവരി 1 അതിനു മുമ്പോ 18 വയസ്സ് പൂർത്തിയായവർക്ക് പേര് ചേർക്കുന്നതിന് അപേക്ഷിക്കാം. പട്ടികയിലെ ഉൾക്കുറിപ്പുകളിൽ ഭേദഗതിയോ സ്ഥാനമാറ്റമോ വരുത്തുന്നതിനും ഓൺലൈനിലൂടെ അപേക്ഷിക്കാം. അനർഹരെ പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നതിന് ആക്ഷേപം സമർപ്പിക്കുന്നതിനും അവസരമുണ്ട്. ആക്ഷേപങ്ങൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത് നേരിട്ടോ തപാലിലൂടെയോ ഇലക്ട്രൽ രജിസ്റ്റർ ഓഫീസർക്ക് നൽകണം. ബിടെക് തത്സമയ പ്രവേശനം. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിലവിലുള്ളതും വരാൻ സാധ്യതയുള്ളതുമായ ഒഴിവുകളിലേക്ക് ബിടെക് എഞ്ചിനീയറിംഗ് തത്സമയ പ്രവേശനം സെപ്റ്റംബർ 14 കോളേജിൽ നടക്കും. കീം റാങ്ക് ലിസ്റ്റിൽപ്പെട്ട വിദ്യാർത്ഥികൾ രാവിലെ 9 മണിക്ക് കോളേജിൽ നേരിട്ട് ഹാജരാകണം. ജൻജീവൻ മിഷനുകളിൽ ഒഴിവ്. ജൽ ജീവൻ മിഷൻ പദ്ധതി പ്രകാരം കേരള ജല അതോറിറ്റി ജില്ലയിലെ വിവിധയിടങ്ങളിൽ തുടങ്ങിയ ക്വാളിറ്റി കൺട്രോൾ ലാബുകളിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമക്കാരെ വോളണ്ടിയർമാരായി നിയമിക്കുന്നു. 740 രൂപ ദിവസവേതന അടിസ്ഥാനത്തിൽ പരമാവധി 1 വർഷത്തേക്കാണ് നിയമനം. പ്രായപരിധി 40 വയസ്സ്. ആനമതിൽ മരങ്ങൾ മുറിച്ചു മാറ്റുന്നു. ആറളം പുനരധിവാസ മേഖലയിലെ ആനമതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരിപ്പത്തോട് മുതൽ പൊട്ടിച്ചപ്പാറ വരെ തടസ്സമായി നിൽക്കുന്ന വിവിധ ഇനങ്ങളിൽപ്പെട്ട 102 മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് വ്യക്തികൾ, അംഗീകൃത സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും മുദ്ര വെച്ച ടെൻഡർ ക്ഷണിച്ചു. സെപ്റ്റംബർ 19 ഉച്ചയ്ക്ക് 12 മണിവരെ ടെൻഡർ സ്വീകരിക്കും. കാലാവസ്ഥ. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ അടുത്ത 5 ദിവസം കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. മധ്യവടക്കൻ ബംഗാൾ ഉൾക്കടലിലാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. അടുത്ത 24 മണിക്കൂറിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് തെക്കൻ ഒഡീഷ, വടക്കൻ ആന്ധ്ര തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ കേരളത്തിൽ അടുത്ത 5 ദിവസം മിതമായ ഇടത്തരം രീതിയിലുള്ള മഴ തുടരാൻ സാധ്യതയുണ്ട്. അതേസമയം തെക്കു പടിഞ്ഞാറൻ ഉത്തർപ്രദേശിന് മുകളിലായി ചക്രവാത ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. കേരളത്തിലെ കൊല്ലം, തൃശൂർ,
മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടവേളകളോടുകൂടി ഇടത്തരം മഴ തുടരാനാണ് സാധ്യത. ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം. കേരള തീരത്ത് 11:30 വരെ 1.8 സെന്റിമീറ്റർ മുതൽ 2 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തമിഴ്നാട് തീരത്ത് രാത്രി 11:30 വരെ 1.6 മുതൽ 2 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയ വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തിന്റെ വികസനം നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ ഫലം. രാജ്യത്തിന്റെ കാതലായ മാറ്റത്തിന് കാരണവും അതുതന്നെയെന്നും CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ. ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നിർമ്മാണ തൊഴിലാളികൾ കലക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തി. പഞ്ചായത്ത് പദ്ധതികൾ പഠിക്കാൻ മണിപ്പൂരി സംഘം കേരളത്തിലെത്തി. പ്രതിനിധി സംഘത്തിന് സ്വീകരണമൊരുക്കി കൂടാളി പഞ്ചായത്ത്. അകമ്പടിയായി ശിങ്കാരിയും കൈകൊട്ടിക്കളിയും. മുതിർന്ന BJP നേതാവ് PP മുകുന്ദൻ അന്തരിച്ചു. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ദീർഘനാൾ ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ കണ്ണൂരിൽ പ്രാദേശിക ഹർത്താലിന് ആഹ്വാനം ചെയ്ത് BJP. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.